ഹായ് നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും 10ാം ക്ലാസ്സിലെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഞാനിന്നിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഹിന്ദിയിലെ പ്രശസ്ത കഥാകാരനായ പ്രേംചന്ദ് എഴുതിയിട്ടുള്ള ഠാക്കൂർ കാ കുവ, ഠാക്കൂറിൻ്റെ കിണർ എന്ന കഥയെക്കുറിച്ചാണ്. ഓക്കെ, ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രം ഗംഗി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ്. ഈ സ്ത്രീയുടെ ഭർത്താവ് ജോക്കു വളരെയധികം വെള്ളം, അദ്ദേഹം രോഗിയാണ്. വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കി നോക്കുമ്പോൾ വെള്ളത്തിൽ ദുർഗന്ധമാണ്. ഓക്കെ, ഭയങ്കര ചീത്ത മണം അതിൽ നിന്ന് വരുന്നു. അപ്പോൾ വെള്ളം നിവൃത്തിയില്ലാതെ കുടിക്കാൻ നോക്കിയപ്പോൾ ഭാര്യ ഗംഗി പറഞ്ഞു, ഈ വെള്ളം വേണ്ട, വേറെ വെള്ളം കൊണ്ടുവരാമെന്ന്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല പെട്ടെന്ന് വെള്ളം കൊണ്ടുവരിക. ആ ഗ്രാമത്തിൽ ആകെ രണ്ട് കിണറുകളേ ഉള്ളൂ. ഒന്ന് ഠാക്കൂറിൻ്റെ കിണറും രണ്ട് സാഹുവിൻ്റെ കിണറും. ഇവർ രണ്ടുപേരും സാധാരണക്കാരായ ആളുകൾക്ക് വെള്ളം കുടിക്കാൻ അങ്ങനെ അനുവദിക്കില്ല, അവരെ കിണറിൽ നിന്ന് വെള്ളം എടുക്കാൻ സമ്മതിക്കില്ല. ഓക്കെ, അങ്ങനെ ദിവസം ഒരു പ്രാവശ്യമൊക്കെയാണ് വെള്ളം കൊണ്ടുവരാൻ സമ്മതിക്കുള്ളൂ, അതും വളരെ കുറച്ച് മാത്രം. ഈ കിണർ വളരെ ദൂരെയാണ്, അത്രയും ദൂരത്തുനിന്ന് വെള്ളം കൊണ്ടുവരിക എളുപ്പമല്ല. ഓക്കെ, അപ്പോൾ നമ്മളുടെ കഥാപാത്രം ഗംഗി വെള്ളമെടുക്കാൻ വേണ്ടിയിട്ട് രാത്രി ഠാക്കൂറിൻ്റെ കിണറിൻ്റെ രാത്രി ഒരു 9 മണിയോടുകൂടി ഠാക്കൂറിൻ്റെ കിണറിൻ്റെ പരിസരത്തേക്ക് പോവുകയാണ്. അങ്ങനെ ആ നാട്ടിലെ ചില രീതികളാണ്. താഴ്ന്ന ജാതിയിലുള്ള ആളുകൾക്ക് തീരെ സ്വാതന്ത്ര്യമില്ല, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക്. ഉയർന്ന ജാതിയിലുള്ള ആളുകൾക്ക് എല്ലാവിധ അധികാരങ്ങളും എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്, ജോലി കൂടുതൽ. അപ്പോൾ ഇവരുടെ ഈ മനസ്സിലെ കുറേ ചിന്തകളൊക്കെയാണ് ഇവരെ കുറിച്ചിട്ട്. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയായത്, ഞങ്ങൾക്ക് എന്താണ്, ഞങ്ങളെ ജോലി ചെയ്യാൻ ഞങ്ങളും, അതുപോലെ തന്നെ ആനുകൂല്യങ്ങളൊക്കെ അവർക്കും, ഇതെന്തൊരു നീതി, ഇത്തരത്തിലുള്ള ചിന്താഗതി ഗംഗയുടെ മനസ്സിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ വെള്ളം കോരാൻ വേണ്ടിയിട്ട് ഇവ കിണറിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ 2 സ്ത്രീകൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു മരത്തിൻ്റെ മറവിൽ ഒളിച്ചു നിന്നു. അവർ പോയതിന് ശേഷം വീണ്ടും പതുക്കെ പതുങ്ങി കിണറിൻ്റെ അടുത്തേക്ക് വെള്ളം കോരാനെത്തി. അങ്ങനെ വെള്ളം കോരാൻ വേണ്ടി വെള്ളം പാത്രത്തിലെടുത്ത് മെല്ലെ വലിച്ചു കയറ്റി അങ്ങനെ കൈകൊണ്ട് ആ തൊട്ടി പിടിക്കാൻ നിൽക്കുന്ന സമയത്ത് ഠാക്കൂറിൻ്റെ വീടിൻ്റെ വാതിൽ ഒരു വലിയ ശബ്ദത്തോടെ തുറന്നു. അപ്പോൾ വളരെയധികം പേടിച്ചു. കാരണം അത്ര നല്ല ആളുകളല്ല, അവിടുത്തെ ആളുകൾ, കാവൽക്കാരൊക്കെ ഉണ്ട്. അവർ പിടിച്ചു കഴിഞ്ഞാൽ വളരെ ഉപദ്രവിക്കും. ഒരുപാട് ആളുകൾക്ക് അങ്ങനെയുള്ള ചീത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ആലോചിച്ചപ്പോൾ ആ കയറിൻ്റെ മുകളിൽ പിടുത്തം വിട്ടിട്ട് ഗംഗി ഓടി ആ പാട്ടയും കയറും ഒക്കെ വെള്ളത്തിലേക്ക് പോയി. അങ്ങനെ ഓടി വീട്ടിലെത്തി നോക്കുമ്പോൾ ദാഹം സഹിക്കാൻ വയ്യാത്ത ജോക്കു ആ മലിനമായ ദുർഗന്ധം വമിക്കുന്ന വെള്ളം കുടിക്കുകയാണ്. ഇതാണ് കഥാസാരം. ഓക്കെ, ഇതാണ് ഇതിൽ നടന്ന സംഭവം. ഇനി ഇത് പാഠഭാഗങ്ങളും എല്ലാം ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം. ഓക്കെ, ഒന്നാമത്തെ पैराग्राफ. जोकू ने लोटा मुंह से लगाया तो पानी में सख्त बदबू आई. गंगी से बोला, यह कैसा पानी है, मारे पास के पिया नहीं जाता, गला सूखा जा रहा है और तू सड़ा पानी पिलाए देती है. ഞാൻ ഒന്നുകൂടി വായിച്ചു തരാം. जोकू ने लोटा मुंह से लगाया तो पानी में सख्त बदबू आ गई. जोकू പാത്രം വായിലേക്ക് അടുപ്പിച്ചപ്പോഴേക്കും വെള്ളത്തിൽ നിന്നും ശക്തമായ ദുർഗന്ധം വന്നു. ഗംഗി സെ ബോല, ഗംഗയോട് പറഞ്ഞു, ഏ കൈസാ പാനി ഹേ, ഇതെന്ത് വെള്ളമാണ്. ഗല കൈസെ പാനി ഹേ, പിയാ നഹി ജാത്ത, മാരെ ബാസ് കെ പിയാ നഹി ജാത്ത, ദുർഗന്ധം കാരണം കുടിക്കാനാവുന്നില്ല. ഗല സൂഖ ജാ രഹാ ഹേ, തൊണ്ട വരണ്ടുകൊണ്ടിരിക്കുന്നു. അവർ തൂ സടാ പാനി പിലായെ ദേത്തി ഹെ, നീ അഴുകിയ വെള്ളമാണ് കുടിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പാത്രം വായിലേക്ക് അടുപ്പിച്ചപ്പോഴേക്കും ഭയങ്കര ദുർഗന്ധം, ചീത്ത മണം വന്നു. അപ്പോൾ ഗംഗയോട് പറയണത്, എന്ത് വെള്ളമാണ്, നീ ഇങ്ങനത്തെ വെള്ളമാണോ എനിക്ക് കൊണ്ടുവന്നത്, ഈ നാറ്റം കാരണം, ദുർഗന്ധം കാരണം കുടിക്കാൻ പോലും പറ്റുന്നില്ല, എൻ്റെ തൊണ്ടയാണെങ്കിൽ വരണ്ടുകൊണ്ടിരിക്കുന്നു, നീ അഴുകിയ വെള്ളമാണ് എനിക്ക് കുടിക്കാൻ എന്നെ കുടിപ്പിക്കുന്നത്, എന്താണ് ഇങ്ങനെ ചോദിക്കാണ് ഫസ്റ്റ് പേർക്കാം. ഓക്കെ,
सेकंड पैराग्राफ गंगी प्रतिदिन शाम पानी भर लिया करती थी ഗംഗി എല്ലാ ദിവസവും വൈകുന്നേരം വെള്ളം കൊണ്ടുവരാറുണ്ടായിരുന്നു നിറയ്ക്കാറുണ്ടായിരുന്നു പാത്രം കുവാ ദൂർ താ കിണർ വളരെ ദൂരെയായിരുന്നു ബാർ ബാർ ജാന മുഷ്കിൽ താ വീണ്ടും വീണ്ടും അതായത് എപ്പോഴും പോവുക മുഷ്കിൽ താ വിഷമമാണ് ബുദ്ധിമുട്ടാണ് കൽവഹ് പാനിയിലായി ഇന്നലെ അവള് വെള്ളം കൊണ്ടുവന്നിരുന്നു വന്നിരുന്നു കൽവഹ് പാനിയിലായി തോ ഉസ്മേ ബു ബിൽക്കുൽ നഥി പക്ഷെ അതിൽ ദുർഗന്ധം ഉണ്ടായിരുന്നില്ല ആജ് പാനിമേ ബദ്ബു കൈസി ഇന്ന് എങ്ങനെയാണ് വെള്ളത്തിന് ഇത്ര ദുർഗന്ധം ലോട്ട നാക്ക് സേ ലഗായ പാത്രം ലോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊന്ത എന്നൊക്കെ പറയും വെള്ളം കുടിക്കാനുള്ള ഒരു ചെറിയ പാത്രമാണ് ലോട്ട നാക്ക് സേ ലഗായ പാത്രം മുഖത്തിന് ഭാഗത്തേക്ക് അടുപ്പിച്ചു തോ സച്ച്മുച്ച് ബദ്ബു തീ അതിൽ ഭയങ്കര ദുർഗന്ധമാണ് ജരൂർ കോയി ജാൻവർ കുയ്യമേ ഗിർക്കർ മർ ഗയാ ഹോഗ ഏതെങ്കിലും ജന്തു കിണറ്റിൽ വീണ് ചത്തിട്ടുണ്ടാവും ജരൂർ കോയി ജാൻവർ കുയ്യമേ ഗിർക്കർ മർ ഗയാ ഹോഗ മഗർ ദൂസര പാനി ആവേ കഹാസെ പിന്നെ വേറെ വെള്ളം എവിടെ നിന്നാണ് കൊണ്ടുവരിക അപ്പോൾ ഇതിൽ പറയുന്നതാണ് ഗംഗി എന്നും വൈകുന്നേരമാണ് വെള്ളം പാത്രത്തിൽ നിറച്ചു കൊണ്ടുവരിക കിണർ അകലെ ആയതിനാൽ എപ്പോഴും പോകുന്നത് ബുദ്ധിമുട്ടായിരുന്നു ഇന്നലെ വെള്ളം കൊണ്ടുവന്നപ്പോൾ അതിൽ ഒരു ലേശം പോലെ ദുർഗന്ധമില്ലായിരുന്നു ഇന്നെങ്ങനെ വെള്ളത്തിന് എത്ര ദുർഗന്ധം വന്നത് പാത്രം മണത്ത് നോക്കിയപ്പോൾ ഭയങ്കര ദുർഗന്ധം തീർച്ചയായും ഏതോ മൃഗം കിണറ്റിൽ വീണ് ചത്തുപോയിട്ടുണ്ടാവും വേറെ വെള്ളം എവിടെ നിന്ന് കൊണ്ടുവരും ഇതാണ് രണ്ടാമത്തെ പാരഗ്രാഫിന്റെ ആശയം അതിൽ പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ പാരഗ്രാഫ് ठाकुर के कुएं पर कौन चढ़ने देगा ഠാക്കൂറിന്റെ കിണറിൽ ആരാണ് കയറാൻ അനുവദിക്കുക ദൂർ സേ ലോഗ് ടാങ്ക് ബദായെങ്കെ അകലെ നിന്ന് തന്നെ ആളുകൾ ചീത്ത വിളിക്കാൻ തുടങ്ങും തെറി വിളിക്കാൻ തുടങ്ങും സാഹു കാ കുവ ഗാവ് കെ ഉസ് സിരെ പർ ഹേ സാഹുവിന്റെ കിണർ ഗ്രാമത്തിന്റെ അങ്ങേ അറ്റത്താണ് പരന്തു എന്നാൽ വഹാം ബി കോൻ പാനി ഭർണേ ദേഗ അവിടെയും ആരാണ് വെള്ളം നിറയ്ക്കാൻ അനുവദിക്കുക കോയി തീസര കുവ ഗാവ് ഹേ നഹി വേറെ മൂന്നാമതൊരു കിണർ ഈ ഗ്രാമത്തിൽ ഇല്ല അപ്പം മൂന്നാമത്തെ പാരഗ്രാഫിൽ ഇതാ പറയുന്നത് ഠാക്കൂറിന്റെ കിണറിൽ ആരാണ് കയറാൻ അനുവദിക്കുക കിണറിന്റെ ഉള്ളിലേക്കല്ല കിണറിന്റെ പരിസരത്തേക്കാണ് പറഞ്ഞത് അകലിൽ നിന്ന് തന്നെ ആളുകൾ ചീത്ത വിളിക്കാൻ തുടങ്ങും വരുന്നു കണ്ടാൽ തന്നെ സാഹുവിന്റെ കിണറാണെങ്കിൽ ഗ്രാമത്തിന്റെ അങ്ങേയറ്റത്താണ് പക്ഷെ അവിടെയും ആരാണ് വെള്ളം നിറയ്ക്കാൻ അനുവദിക്കുക ആരും വെള്ളം നിറയ്ക്കാൻ അനുവദിക്കില്ല മൂന്നാമതൊരു കിണർ ഗ്രാമത്തിൽ ഇല്ല ഇതിൽ മനസ്സിലാക്കാനുള്ളത് ഈ ഗ്രാമത്തിൽ വെള്ളം ആളുകൾ കുടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് കിണറാണ് ഉള്ളത് ഒന്ന് നമ്മുടെ ഠാക്കൂറിന്റെ കിണറും അടുത്തത് സാഹുവിന്റെ കിണറും ഇവര് പോകുന്നത് ഠാക്കൂറിന്റെ കിണറിലേക്കാണ് വെള്ളം എടുക്കാൻ വേണ്ടി പോകുന്നത് സാഹുവിന്റെ കിണർ എന്ന് പറയുന്നത് ഒരുപാട് ദൂരെയാണ് വളരെ ബുദ്ധിമുട്ടാണ് ഈ കിണറും കുറച്ച് ദൂരെയാണ് പക്ഷെ സാഹുവിന്റെ കിണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമത്തിന്റെ വേറൊരു ഭാഗത്താണ് ഇതാണ് മൂന്നാമത്തെ പാരഗ്രാഫിൽ നിന്ന് പഠിക്കാനുള്ളത് നാലാമത്തെ ജോക്കു കൈ ദിൻസെ ബീമാർ ഹേ ജോക്കു ദിവസങ്ങളായി രോഗിയാണ് ബീമാർ എന്ന് പറഞ്ഞ രോഗി കുച്ച് ദേർ തക്ക് തോ പ്യാസ് രോക്കെ ചുപ്പ് പടാ രഹ കുറച്ചു നേരം ദാഹമടക്കി മിണ്ടാതെ കിടന്നു കുച്ച് ദേർ എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം കുച്ച് ദേർ തക്ക് കുറച്ചു നേരം വരെ ആള് പ്യാസ് രോക്കെ ചുപ്പ് പടാ രഹ കുറച്ചു നേരമൊക്കെ ആള് ദാഹം പിടിച്ചടക്കി അവിടെ ചുരുണ്ട് കിടന്നു ഫിർ ബോല പിന്നെ പറഞ്ഞു അബ് തോ മാരെ പാസ് കെ രഹാ നഹി ജാത്താ കുറച്ചു നേരം അങ്ങനെ കിടന്നു പറയണേ ഇനിയിപ്പോൾ ദാഹം സഹിച്ച് കഴിയാൻ വയ്യ ലാ ധോടാ പാനി കുറച്ച് വെള്ളം കൊണ്ടുവാ നാക്ക് ബന്ദ് കർക്കെ പീ ലൂ മൂക്ക് പൊത്തിപ്പിടിച്ച് കുടിക്കട്ടെ ഞാൻ മൂക്ക് പൊത്തിപ്പിടിച്ച് കുടിച്ചോളാം ദുർഗന്ധമുള്ള വെള്ളമാണെങ്കിൽ ആയിക്കോട്ടെ കുഴപ്പമില്ല ഞാൻ സഹിച്ചോളാം ഓക്കെ അപ്പോൾ ജോക്കുവിൻ്റെ അവസ്ഥ പറയാണ് വെള്ളം ഇങ്ങനെയൊക്കെ ആയപ്പോൾ
ജോക്കു ദിവസങ്ങളായി രോഗിയാണ്. കുറേ ദിവസങ്ങളായിട്ട് ജോക്കു രോഗിയാണ്. കുറച്ച് നേരമൊക്കെ ഈ ജോക്കു ദാഹം അടക്കി മിണ്ടാതെ കിടന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ദാഹം ശ്രമിക്കുന്നില്ല, വീണ്ടും ദാഹിക്കാണ്. അപ്പോൾ പറയാണ്, ഇനിയിപ്പോൾ ദാഹം സഹിച്ച് കഴിയാൻ വയ്യ, കുറച്ച് വെള്ളം കൊണ്ടുപോവാ, കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറയാണ്. മൂക്ക് പൊത്തി പിടിച്ച് കുടിക്കട്ടെ, മൂക്ക് പൊത്തി പിടിച്ചിട്ട് ഞാൻ കുടിച്ചോളാം, ഓക്കെ, കൊണ്ടുവരാൻ പറയാം. അങ്ങനെ നമ്മൾ 5ാമത്തെ പാരഗ്രാഫ്. ഗംഗീനെ പാനി നദിയ, ഗംഗീനെ പാനി നദിയ എന്ന് പറഞ്ഞാലോ, ഗംഗി വെള്ളം കൊടുത്തില്ല, ആ മണക്കണ വെള്ളം കൊടുത്തരൂ, ദുർഗന്ധമുള്ള വെള്ളമായാലും കുഴപ്പമില്ല, കുടിച്ചോളാൻ പറഞ്ഞപ്പോൾ ഗംഗി എഴുതിയില്ല, കൊടുത്തില്ല. ഖരാബ് പാനി പീനെ സെ ബീമാരി ബഡ്ജായേഗി, ചീത്ത വെള്ളം കുടിച്ചാൽ രോഗം കൂടുമെന്ന് അവൾക്കറിയാം. ബഡ്ജായേഗി ഇത്തന ജാൻതി തീ, ഓക്കെ. ഖരാബ് പാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീത്ത വെള്ളം, നശിച്ച വെള്ളം എന്നൊക്കെ ഇവിടെ ദുർഗന്ധമുള്ള വെള്ളം ചീത്തയാണല്ലോ ആണ്. ഖരാബ് പാനി സേ, ആ പാനി വെള്ളത്തിൽ നിന്നും, ബീമാരി ബഡ്ജായേഗി അസുഖം വർദ്ധിക്കും, ഇത്തരം ജാൻതി തീ ഇത് അവൾക്കറിയാം. परंतु यह न जानती थी कि पानी को उबाल देने से उसकी ഖരാബി जाती रहती है. ഒന്നുകൂടി പറഞ്ഞുതരാം. പരന്തു, പരന്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ, പക്ഷേ എന്നൊക്കെ അർത്ഥം. യഹ് ന ജാൻതി തീ കി, ഇത് അറിയില്ലായിരുന്നു. പരന്തു യഹ് ന ജാൻതി തീ, ന എന്ന് പറഞ്ഞ ഹി, ഇത് അറിയില്ലായിരുന്നു. കി पानी को उबाल देने से उसकी ഖരാബി जाती रहती है. അതായത് വെള്ളം തിളപ്പിച്ചാൽ അതിൻ്റെ ദുഷിപ്പ് മാറുമെന്ന് അവൾക്കറിയില്ലായിരുന്നു. പാനിക്കോ ഉബാൽ ദേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിളപ്പിക്കുക. ഉസ്കി ഖരാബി ജാത്തി രഹിതി ഹെ, ആ ചീത്ത അല്ലെങ്കിൽ ആ ദുർഗന്ധം അവിടെ നിന്ന് മാറിപ്പോകും എന്ന് ആർക്കറിയില്ലായിരുന്നു? ഗംഗയ്ക്ക് അറിയില്ലായിരുന്നു. ബോലി, അങ്ങനെ അവൾ പറയാണ്, ബോലി യഹ് പാനി കൈസെ പിയോഗെ, ഈ വെള്ളം എങ്ങനെയാണ് കുടിക്കുക? ന ജാനെ കോൻ ജാൻവർ മരാഹെ, കോൻ ജാൻവർ മരാഹെ, ഏത് ജന്തുവാണ് മരിച്ചിട്ടുള്ളത് എന്ന് ആർക്കറിയാം, എന്ത് സാധനമാണ് അതിൽ കിടന്ന് ചത്തിട്ടുള്ളതെന്ന്. കുയേസെ മേം ദൂസരാ പാനി ലായെ ദേത്തി ഹും, ഞാൻ കിണറ്റിൽ നിന്ന് വേറെ വെള്ളം കൊണ്ടുവരാം, കിണറ്റിൽ നിന്നും വേറെ വെള്ളം തന്നെ കൊണ്ടുവരാം, പക്ഷെ ഞാൻ ഈ വെള്ളം തരില്ല എന്ന് ഗംഗി തറപ്പിച്ച് പറഞ്ഞു. പാരഗ്രാഫ് ഒന്നുകൂടി പറയേണ്ട അർത്ഥം, ഗംഗി വെള്ളം കൊടുത്തില്ല, ചീത്ത വെള്ളം കുടിച്ചാൽ രോഗം കൂടുമെന്ന് അവൾക്കറിയാമായിരുന്നു, പക്ഷേ വെള്ളം തിളപ്പിച്ചാൽ അതിൻ്റെ ദുഷിപ്പ് മാറുമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. ഈ കാര്യം പിന്നെ അവൾ പറയാണ്, ഈ വെള്ളം എങ്ങനെ കുടിക്കാനാണ്, ഏത് മൃഗമാണ് ചത്തത് എന്നറിയില്ല, കിണറ്റിൽ നിന്നും ഞാൻ വേറെ വെള്ളം കൊണ്ടുവരാം. ഇതാണ് പറഞ്ഞത്. 5ാമത്തെ പാരഗ്രാഫ് കഴിഞ്ഞു. 6ാമത്തെ പാരഗ്രാഫ്, 6ാമത്തെ ഭാഗം. जोकू ने आश्चर्य से उनकी ओर देखा, पानी कहाँ से लाएगी. ഇത് കേട്ടപ്പോൾ വേറെ വെള്ളം കൊണ്ടുവരാന്ന് പറഞ്ഞപ്പോൾ ജോക്കുന് ആശ്ചര്യമായി, ജോക്കുന് അത്ഭുതമായി. എന്താണ് അത്ഭുതപ്പെടാനുള്ള കാരണം? ഉസ്കി ഓർ ദേക്ക പാനി കഹാ സേ ലായെഗി, നീ എവിടെ നിന്നാണ് വെള്ളം കൊണ്ടുവരിക? അവൾക്ക് അങ്ങനെ അത്ഭുതപ്പെടാനും കാരണമുണ്ട്. ഠാക്കൂർ അവർ സാഹുക്കോ കെ ദോ കുയെ തോഹേ, സാഹുവിൻ്റെയും ഠാക്കൂറിൻ്റെയും 2 കിണറുകളൊക്കെ ഉണ്ട്, 2 കിണറുണ്ടല്ലോ അല്ലേ. ക്യാ ഏക്ക് ലോട്ട പാനി എന്നെ ഭരണേ ദേങ്കെ, എന്താ ഒരു മൊന്ത അല്ലെങ്കിൽ ഒരു പാത്രം വെള്ളം എടുക്കാൻ സമ്മതിക്കില്ലേ? അപ്പോൾ അടുത്ത പാരഗ്രാഫ് നോക്കാം. ഹാത്ത് പാവ് തുടുവാ ആയേഗി, ഹാത്ത് പാവ് തുടുവാ ആയേഗി और कुछ न होगा, കൈയും കാലും ഓടിപ്പിച്ച് വരും, അല്ലാതെ ഒന്നും നടക്കില്ല. അവർ ഗംഗി ചോദിക്കാന്ന്, 2 കിണറുണ്ട്, ഒരു പാത്രം വെള്ളം അവരെടുക്കാൻ സമ്മതിക്കില്ലേ ചോദിച്ചപ്പോൾ പറയാണ്, നീ പൊക്കോ, കുഴപ്പമില്ല, ഹാത്ത് പാവ് തുടുവാ ആയേഗി, നിന്റെ കൈയും കാലും അവർ ഒടിപ്പിക്കും. അവർ കുച്ചിന ഹോക, വേറെ ഉണ്ടാവില്ല. ബൈറ്റ് ചുപ്കേസേ, ബൈറ്റ് ചുപ്കേസേ, മിണ്ടാതിരിക്കുക. ബ്രാഹ്മൺ ദേവത ആശീർവാദ് ദേങ്കെ, ബ്രാഹ്മണ ദൈവങ്ങൾ ആശീർവദിക്കും. ഠാക്കൂർ ലാട്ടി മാരേങ്കെ, ഠാക്കൂർ വടി കൊണ്ട് അടിക്കും. സാഹുജി ഏക്ക് കെ 5 ലേങ്കെ, സാഹു 1-ന് 5 വെച്ച് വാങ്ങും. ഗരീബോം കാ ദർദ് കോൻ സമച്ചാത്ത ഹേ,
ദരിദ്രരുടെ വേദന ആര് മനസ്സിലാക്കാൻ? ഹം തോ മർ ബി ജാത്തേ ഹേ. നാം മരിച്ചു പോയാൽ പോലും ഹം തോ മർ ബി ജാത്തേ ഹേ തോ കോയി ദുവാർ പർ ജാങ്കനെ നഹി ആത്ത. നമ്മൾ മരിച്ചാൽ പോലും ആരും വാതിൽക്കൽ എത്തി നോക്കാൻ പോലും വരില്ല. കന്താ ദേന തോ ബഡി ബാത്ത് ഹേ. कोई द्वार पर जांगने नहीं आता कंता देना तो बड़ी बात है. അപ്പോൾ പറഞ്ഞു ആരും നമ്മളെ സഹായിക്കാൻ പോലും വരില്ല. മരിച്ചാൽ പോലും ആരും വാതിൽക്കൽ എത്തി നോക്കാൻ പോലും വരില്ല എന്നാണ് പറഞ്ഞത്. ഐസേ ലോഗ് കുയേസെ പാനി ഭർണേ ദേങ്കെ. ഇങ്ങനെ ഇത്തരത്തിലുള്ള ആളുകളാണോ കിണറ്റിൽ നിന്നും വെള്ളം എടുക്കാൻ സമ്മതിക്കുന്നത്? അപ്പോൾ അവരുടെ സ്വഭാവമാണ് പറയുന്നത്. വെള്ളം എടുക്കാൻ സമ്മതിക്കില്ല വെച്ചാൽ അവർ വെള്ളം എടുക്കാൻ സമ്മതിക്കില്ല, പകരം കയ്യും കാലും ഒടിപ്പിച്ചു തരും, അല്ലാതെ ഒന്നും നടക്കില്ല, നീ മിണ്ടാതിരുന്നോ. ബ്രാഹ്മണ ദൈവങ്ങൾ ആശീർവദിക്കും, ഠാക്കൂർ വടികൊണ്ട് അടിക്കും, സാഹു 1-ന് 5 വെച്ച് വാങ്ങും. ദരിദ്രരുടെ വേദന ആര് മനസ്സിലാക്കാം? നാം മരിച്ചാൽ പോലും ആരും വാതിൽക്കൽ എത്തി നോക്കാൻ പോലും വരില്ല. സഹായിച്ചാൽ അത് വലിയ കാര്യം. ഇത്തരം ആളുകൾ കിണറ്റിൽ നിന്നും വെള്ളമെടുക്കാൻ സമ്മതിക്കുമോ? ഇതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഭാഗമായിട്ട് കണക്കാക്കുന്നു. ഈ പാഠം ഒരുപാടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വല്ലാതെ ഒരു 2, 3, 4 തവണയായിട്ട് ഈ പാഠം അവസാനിപ്പിക്കാം. ഓക്കെ, നിങ്ങളിത് 2, 3 തവണ ഇത് കേൾക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ടെക്സ്റ്റ് ബുക്ക് വെച്ച് നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് വെച്ച് ഇത് മനസ്സിലാക്കുക. ഏതെങ്കിലും വേർഡിൻ്റെ മീനിങ് അറിയാത്തുണ്ടെങ്കിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ഭാഗം നമ്മൾ ഇട്ട് വരും. ഓക്കെ, താങ്ക് യു.